Hi to all, welcome back to my channel Kids Learn. ഇന്നൊരു പുതിയ വിഷയവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. How to raise internal motivated children. എന്താണ് മോട്ടിവേഷൻ? നമ്മുടെ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നതിന് മോട്ടിവേഷൻ ആവശ്യമാണ്. മോട്ടിവേഷൻ രണ്ട് രീതിയിലുണ്ട്, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ. എക്സ്റ്റേണൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുറമെ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു PSC പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് ജോലി കിട്ടുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് അയാൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ പണത്തിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും റിവാർഡിന് വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതാണ് എക്സ്റ്റേണൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇൻറ്റേർണൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൈക്ക് എ ഹോബി എന്ന് പറയാം. നമ്മുടെ ഒരു ഹോബി ചെയ്യുന്നത് നമ്മൾ ഒരുപാട് ഹാർഡ് വർക്കൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഹോബിക്ക് വേണ്ടിയിട്ട്. പക്ഷേ അത് ആരും നമ്മളെ നിർബന്ധിച്ചിട്ടല്ല, നമ്മുടെ സ്വന്തം ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്. അവിടെ നമ്മുടെ തോട്ട്സും നമ്മുടെ ഫീലിങ്സും മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇൻറ്റേർണൽ മോട്ടിവേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടിയും എൻജോയ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ ഒരു ഇൻറ്റേർണൽ മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇൻറ്റേർണൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുക? അതിന് 4 സ്റ്റെപ്പാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഗിവ് യുവർ ചൈൽഡ് റെസ്പോൺസിബിലിറ്റി. നിങ്ങളുടെ കുട്ടിക്ക് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക എന്നുള്ളതാണ്. റെസ്പോൺസിബിലിറ്റി കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ഒരു ഡ്രസ്സ് വാഷ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല വൃത്തിയുള്ള ഒരു ഡ്രസ്സ് ഇടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ഇടണമെങ്കിൽ ഡ്രസ്സ് വാഷ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് തൻ്റെ കുട്ടിയിൽ കൊടുക്കാൻ സാധിച്ചാൽ അവൻ്റെ കാര്യങ്ങൾ വളരെ കൃത്യമായും വൃത്തിയായിട്ടും ചെയ്യാനായിട്ട് സാധിക്കും അവന്. അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ബി ആൻ എക്സാമ്പിൾ. നമ്മൾ തന്നെ അവരുടെ ഒരു എക്സാമ്പിളായി മാറുക എന്നുള്ളതാണ്. ഞാൻ മുന്നത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കുട്ടികൾ നമ്മളെ കണ്ടിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്ന്. തൻ്റെ കുഞ്ഞിൻ്റെ ഒരു എക്സാമ്പിളോ അല്ലെങ്കിൽ ഒരു റോൾ മോഡലോ ആവാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ കാര്യങ്ങൾ ഡിലേ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ കുഞ്ഞിനോട് പറയാൻ പറ്റില്ല വളരെ കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ കൃത്യനിഷ്ഠത നമ്മുടെ ലൈഫിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് സഹായം ചോദിക്കുക എന്നുള്ളത്, ഇത് കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് ചെയ്യുമ്പോൾ കുഞ്ഞിനും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അവൻ ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യം അവനിൽ അത് ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ മുതിർന്നവരുണ്ടാവും. അപ്പോൾ നമ്മുടെ ഫാമിലി മാറ്റേഴ്സ് അവരുമായി ഡിസ്കസ് ചെയ്ത് അവരുടെ താല്പര്യത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഫാമിലി ആണെങ്കിൽ കുട്ടി അത് കണ്ടാണ് വളരുന്നതെങ്കിൽ അവൻ്റെ ലൈഫിലും അവന് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അവൻ്റെ പേരൻസുമായിട്ട് അവർ ഡിസ്കസ് ചെയ്യാനും അവരുടെ അഡ്വൈസ് സ്വീകരിക്കാനും അവനെ അത് പ്രാപ്തനാക്കും. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ലവ് യുവർ ചൈൽഡ് നോ മാറ്റർ വാട്ട്. നിങ്ങളുടെ കുഞ്ഞിനെ സ്നേഹിക്കുക എന്നുള്ളത്. ആ കുട്ടി ഒരു ഇൻറ്റേർണൽ മോട്ടിവേഷൻ ഉള്ള കുട്ടി ആയിക്കൊള്ളണമെന്നില്ല, ആണോ അല്ലയോ എന്നുള്ളത് ഒരു വിഷയമേ അല്ല. പക്ഷേ നമ്മുടെ കുഞ്ഞിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. താൻ സ്നേഹിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവ് തന്നെ കാര്യങ്ങൾ വളരെ നന്നായി ചെയ്യാനുള്ള ഒരു വില്ലിങ്നെസ് അവനിൽ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ സ്നേഹത്തിലൂടെ മാത്രമാണ് നമുക്ക് ഒരാളെ മാറ്റാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് വളരെ അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുക മാത്രമല്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന അറിവ്, തിരിച്ചറിവ് അവന് കൊടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ലെറ്റ് ദം പ്രാക്ടീസ്. അവൻ്റെ പ്രവൃത്തിയിലൂടെ അവനെ കാര്യങ്ങൾ അറിയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ അവൻ്റെ ലൈഫിലെ ഓരോ കാര്യങ്ങളും അവൻ സ്വന്തമായി മോട്ടിവേറ്റഡ് ആയി ചെയ്യാനായിട്ടുള്ള അവസരം അവന് ഒരുക്കി കൊടുക്കുക. അതിനോടൊപ്പം തന്നെ അവൻ്റെ മുന്നിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൊടുക്കുക. എന്നിട്ട് അവനെ അനുവദിക്കുക. അതിൽ ജയിക്കാനും തോൽക്കാനും ഉള്ള ഒരു അവകാശം അവന് സ്വന്തമായി കൊടുത്ത് അതിലൂടെ അവനെ പാഠങ്ങൾ പഠിക്കാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത് നമ്മുടെ കുട്ടി ഒരു 18 വയസ്സായ കുട്ടി ആയിക്കോട്ടെ, 12 വയസ്സായ കുട്ടി ആയിക്കോട്ടെ, 2, 3, 4 വയസ്സുള്ള കുട്ടി ആയിക്കോട്ടെ, ഇവരിലെല്ലാവരിലും ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട രീതി ഇത് തന്നെയാണ്. പക്ഷേ അവരിൽ നേരിടുന്ന ആ സന്ദർഭങ്ങളിൽ മാത്രമാണ് വ്യത്യാസം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളെയും ഇൻറ്റേർണൽ മോട്ടിവേറ്റഡ് ആയിട്ട് വളർത്താനായിട്ട് ശ്രദ്ധിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്താമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം സ്മിത അജീഷ്. ബായ്.